അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം മോൻ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല എഞ്ചിനീയറിംഗ് കോളേജ് കിട്ടിയാൽ നല്ല എഞ്ചിനീയറിംഗ് കോളേജ് ഇപ്പം കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് പാസ്സായിട്ടും കാര്യമില്ല. അതിനെന്താ കാരണം എന്നറിയാം? അവർക്കൊന്നും ഒരാളോട് സംസാരിക്കാനോ ഇപ്പം എനിക്ക് മെസ്സേജ് അയക്കുമ്പം അല്ലെങ്കിൽ എന്നെ വിളിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുക നിങ്ങളുടെ പേര് പറയുന്നുണ്ടോ, എവിടുന്നാന്ന് പറയുന്നുണ്ടോ. ആ മോന് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ ഇപ്പം. അല്ല, ഞാൻ പറഞ്ഞത് കടയിലേക്ക് പോകുന്നല്ല. അവനൊരു മെസ്സേജ് അയക്കുക, എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്. ആ മെസ്സേജ് അയക്കുമ്പോൾ സാധാരണ വന്നാൽ അവരയക്കുക ഹായ് സാർ എന്ന് പറഞ്ഞിട്ട് അയക്കും. പിന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കണം നിങ്ങൾ ആരാന്ന്, എന്നെ അറിയോ, എന്നെ പരിചയമുണ്ടോ. അപ്പം എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പറയുന്ന ഒരാളെ, അറിയാത്ത ഒരാളെ നമ്മൾ എന്തെങ്കിലും ജോലിക്ക് എടുക്കൂല. അതിനല്ല ഇന്റർവ്യൂ എന്ന് പറയുന്ന സാധനം. അതുപോലെ ബിടെക് കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികൾക്ക് അവർക്ക് എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് അറിയില്ല, എങ്ങനെയാ ചോദ്യം ചോദിക്കേണ്ടതെന്ന് അറിയില്ല, അവർക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം എനിക്കൊരു പണി കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ അതറിയില്ല. പിന്നെ ഇവരെ പഠിപ്പിക്കുന്ന ആളോ അങ്ങനെ ബിടെക്കിൽ കഷ്ടിപ്പാസ്സായി വേറെ ഒരു പണിയും കിട്ടാണ്ട് എംടെക്കിന് പോയി, എംടെക് കഴിഞ്ഞ് ഏതെങ്കിലും കോളേജ് പഠിപ്പിക്കുന്നവരാണ് കേരളത്തിൽ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചർമാരും. അപ്പോൾ പഠിപ്പിക്കുന്ന ആൾക്കേ ഒരു പണി ചെയ്യാൻ അറിയാത്ത ആളായാൽ അവർ പഠിപ്പിച്ച പിള്ളേർക്ക് പണിയെടുക്കാൻ അറിയോ? അതുകൊണ്ടാണ്, ജോലി ഇല്ലാത്തതുകൊണ്ടല്ല, ഇഷ്ടം പോലെ ജോലിയുണ്ട് ലോകത്ത്. പക്ഷെ അവർക്ക് മെനക്കെടാൻ പറ്റില്ല. അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. അവർ ഇതുവരെ ഒരു കമ്പനി പോയിട്ട് കണ്ടിട്ടില്ല. ഈ ബിടെക് ഒക്കെ പഠിക്കുമ്പം അവരുടെ കോഴ്സിന്റെ പേര് പ്രൊഫഷണൽ കോഴ്സ് എന്നാണ്. പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ വെച്ചാൽ, ഇപ്പോൾ ഡോക്ടർമാർ MBBS കഴിഞ്ഞാൽ നാളെ മുതൽ അവർക്ക് ഒരു ഷോപ്പ് തുറന്ന് രോഗികൾ വരുമ്പോൾ പരിശോധിക്കാം. അതിനവർ തയ്യാറാവും. അതുപോലെ ബിടെക് പഠിച്ചവരെന്ത് ചെയ്യാൻ പറ്റണം? ഇലക്ട്രോണിക്സ് പഠിച്ച ഒരാൾ ഇലക്ട്രോണിക്സിൻ്റെ ഒരു മിഷൻ റിപ്പയർ ചെയ്യാൻ അറിയണം. അതറിയില്ല. അതറിയാത്തതിന് കാരണം എന്താണ്? അവിടുത്തെ മാഷന്മാർക്ക് ഇതുവരെ അങ്ങനെ ഒരു സംഭവം ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടില്ല, ചെയ്ത് പഠിച്ചിട്ടില്ല. അവർ വെറുതെ പുസ്തകം നോക്കി കുറേ വായിച്ചു, അത് അതേപോലെ തന്നെ പറഞ്ഞു കൊടുക്കും. അതിനേക്കാളും മോശമാണ് ഇത് പ്രൊഫഷണൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് ബിടെക്കുകാർ. അതുകൊണ്ടാണ് നിങ്ങൾ ന്യൂസിൽ കാണുന്നത് ബിടെക്കുകാർക്ക് ജോലി കിട്ടിയിട്ടാന്നല്ല എന്നോട് പറഞ്ഞ ന്യൂസ്. അതെന്തിനാ ഞാൻ കേട്ടിട്ടില്ല. കൂട്ടത്തോൽവി. ആ തോൽവി നല്ലതാണെന്ന് ഞാൻ പറയുന്നത്. കാരണം തോൽവി നല്ലതാണെന്ന് പറയാൻ കാരണം, നമ്മൾ 100 പേരെ ഓട്ട മത്സരത്തിന് നിർത്തിയെന്ന് വിചാരിക്കും, എല്ലാവർക്കും സമ്മാനം കൊടുക്കുക. ഇപ്പൊ കേരളത്തിൽ എല്ലാവരും 10ാം ക്ലാസ് എഴുതി എല്ലാവരും പാസ്സായി, 12ാം ക്ലാസ് എല്ലാവരും പാസ്സായി, അങ്ങനെയാണല്ലോ. തോറ്റാളെ കാണുന്നില്ല. ഇനി ബിടെക്കിന് എല്ലാവരെയും പാസ്സാക്കണം എന്ന് വിചാരിച്ചാൽ ഗവൺമെന്റ് തീരുമാനിച്ചാൽ മതി എല്ലാവരെയും പാസ്സാക്കണമെന്ന്. ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ എല്ലാവരെയും പാസ്സാക്കി എന്ന് വിചാരിക്കും. കൂട്ടത്തോൽവിയാണല്ലോ ന്യൂസിൽ വന്ന കംപ്ലൈന്റ്. ഇപ്പം ഉമ്മ പറയണതല്ലേ? അതെ, ഇന്നലത്തെ വാർത്തയിലും പറഞ്ഞു കൂട്ടത്തോൽവിയാണ് കേരളത്തിലെ ബിടെക്കുകാര്. ഞാൻ പറയുന്നത് നല്ലതാണെന്നാണ്. കാരണം ബിടെക്കിന് ആരും തോക്കുന്നില്ല എന്ന് വിചാരിക്കേ. നാളെ കേരളത്തിൽ നിന്ന് ആരെങ്കിലും ബിടെക് പാസ്സായ ഒരാള് പുറത്ത് ജോലിക്ക് വന്നാലും നമ്മൾ എന്താ പറയാ? ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും കേരളത്തിൽ എല്ലാവരും ബിടെക് പാസ്സാവും, അതുകൊണ്ട് അവരെ വിളിക്കണ്ട എന്ന് പറയും. ആരും ജോലിക്ക് എടുക്കൂല. ഇപ്പൊ കേരളത്തിൽ സാധാരണ ഇപ്പൊ ഇവിടെയുള്ള ഞാനൊക്കെ ISROയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പിന്നെ കുറെ പിള്ളേരെ നമുക്ക് ജോലിക്ക് വിളിക്കുമ്പോൾ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആൾക്കാർ വന്നാൽ എല്ലാവർക്കും 90% മുകളിലാണ്. ഞാൻ എല്ലാവരെയും വിളിക്കാറില്ല. 70% മാർക്കിൽ കുറവ് കിട്ടിയാലും കേരളത്തിൽ നിന്നുള്ളൊരു 4 പേരെ ഞാൻ വിളിക്കും. ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ 99% 4 പേരെ വിളിക്കും. ഇവർ രണ്ടാളും ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നോക്കുമ്പോൾ ചിലപ്പോൾ കേരളത്തിലെ പിള്ളേർക്ക് 4 പേർക്ക് ഞാൻ ജോലി കൊടുത്തിട്ടുണ്ട്, അങ്ങനെ 2-3 പേർക്കൊക്കെ. അത് അവർക്ക് മാർക്ക് കുറവാണെങ്കിലും കൊടുക്കാൻ കാരണം എന്താ? അപ്പോൾ ജയിച്ച ആൾക്കാർ എല്ലാവരും ജയിക്കുന്നതല്ല പരീക്ഷ. അതുകൊണ്ട് കുറേ പേര് തോക്കുന്നുണ്ട് എന്ന് ന്യൂസ് കേൾക്കുമ്പം എൻ്റെ മോനെ ചേർക്കാണ്ടിരിക്കുമല്ല വേണ്ടത്. മോൻ ചേരുമ്പോൾ നല്ല പോലെ ഓടിയാൽ അവന് ഫസ്റ്റ് കിട്ടണമെങ്കിൽ കുറേ പേര് തോക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് ധൈര്യത്തിൽ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ന്യൂസ് കേട്ടത് കൊണ്ട് ബിടെക്കിന് ചേർക്കാണ്ടിരിക്കരുത്. BSc ഇലക്ട്രോണിക്സിനാണ് ഇപ്പം എന്നോട് ചേർക്കട്ടെ എന്ന് ചോദിച്ച് വിളിച്ചത്. അതിനേക്കാളും 100% നല്ലതാണ്
ബിടെക് ഇലക്ട്രോണിക്സ് പഠിച്ച് തോക്കുന്നത്. കാരണം ഒരു ഗ്രാജുവേഷൻ പഠിക്കണമെങ്കിൽ ഓപ്പണായിട്ട് വെറുതെ രജിസ്റ്റർ ചെയ്താലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ പിന്നെ ഹിസ്റ്ററി അല്ലെങ്കിൽ ആന്ത്രോപോളജി അങ്ങനെ പൊളിറ്റിക്കൽ സയൻസ് എന്തെങ്കിലും ഒരു BA പാസ്സായാലും ഡിഗ്രി കയ്യിലുണ്ടാവും. അത് എൻ്റെ കൂടെ ഇരുന്ന ഒരാഴ്ച കൊണ്ട് ഒരു വർഷത്തെ പഠിപ്പിക്കാൻ ഞാൻ 3 ആഴ്ച കൊണ്ട് തീർക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ പഠിച്ച് പരീക്ഷയ്ക്ക് പാസ്സാവാൻ. പക്ഷെ ബിടെക് അങ്ങനെയല്ല. ബിടെക് പ്രാക്ടിക്കൽ ചെയ്യണം. ആ സമയത്ത് 4 കൊല്ലം കുറേ പഠിക്കണം. ഞാൻ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്നല്ലേ പറഞ്ഞു ഉമ്മ? അതിൽ കമൻറ്റും ചെയ്യാറുണ്ട്, മോനും കാണാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ എല്ലായിടത്തും പറയുന്നതാണ് എക്സ്ട്രാ കോഴ്സ് ചെയ്യണം, എബ്രോഡ് യൂണിവേഴ്സിറ്റികളിൽ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യണം, അതൊക്കെ ചെയ്യാം. ഇനി അനിയത്തി ഉണ്ട്. ഈ അനിയത്തി എന്ത് ചെയ്യും? 4 കൊല്ലം കഴിഞ്ഞ് ഇപ്പം 9ാം ക്ലാസ് 9, 10, 11, 12 കഴിഞ്ഞ് 4 കൊല്ലം കഴിയുമ്പം ഇതേപോലെ എന്തിനാ ചേരേണ്ടതെന്ന് ചോദിക്കും. ഒരു സഹായവും ചെയ്തിട്ട് കാര്യമില്ല. എവിടെ ചേർന്നാലും നന്നാവില്ല. പക്ഷേ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് 11ാം ക്ലാസ് 12ാം ക്ലാസ് 5 കൊല്ലം കൃത്യമായിട്ട് പഠിച്ച് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള കഴിവുണ്ടാക്കിയെടുക്കുക, ലോകത്തെക്കുറിച്ചുള്ള അറിവുണ്ടാക്കിയെടുക്കുക. അപ്പോൾ 12ാം ക്ലാസ് പാസ്സാകുമ്പോൾ ഒരാളോടും ചോദിക്കില്ല ഞാൻ എവിടെയാണ് ചേരേണ്ടത്. അവർക്ക് വിവരമുണ്ടാവും. അവർ പറയും ഞാൻ ഇന്നതിന് ചേരും, ഇന്നതാണ് എനിക്ക് വേണ്ടത്, എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്ന് പറയാൻ കഴിവുണ്ടാവുക വേണ്ടത്. ഇപ്പൊ നമ്മുടെ അത് BSc ഇലക്ട്രോണിക്സോ BSc ഫിസിക്സോ കെമിസ്ട്രിയോ ഒന്നെടുത്തത് കൊണ്ടും അവനവന് താല്പര്യവും അവനവന് ഇഷ്ടവും ഇല്ലാത്തൊരു പണിക്ക് നമ്മൾ ചേർത്താൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾക്ക് അടുക്കള പണി ഇഷ്ടമല്ല, നിങ്ങളോട് ഞാൻ പറയുന്നു 4 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കണം. നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുമോ? അത് നന്നായിട്ട് ഉണ്ടാക്കുമോ മോശമായിട്ട് ഉണ്ടാക്കുമോ? അപ്പോൾ ഈ പഠിക്കാൻ ചേരുന്ന കുട്ടിക്കല്ലേ BSc ഇലക്ട്രോണിക്സ് ഇഷ്ടമാണോ എന്ന് അറിയേണ്ടത്. ഞങ്ങള് അവിടെ BSc കമ്പ്യൂട്ടർ സയൻസിന് കൊടുത്തതായിരുന്നു. അപ്പൊ പിന്നെ 3ാമത്തെ ഇതിൽ വന്നതാണ് ഇതായിരുന്നു. ഏത് BSc ഇലക്ട്രോണിക്സ് കിട്ടിയത്? BSc ഇലക്ട്രോണിക്സും ബിടെക്കും ഒരേ കോളേജിൽ ഉണ്ടാവില്ലല്ലോ. അല്ല, ബിടെക്കിന് പിന്നെ നോക്കിയത് സെന്റ് തോമസിലെ ആദ്യം ഞങ്ങള് ഡിഗ്രി. ഞാൻ പറയണത് ബിടെക്കും BSc നോക്കിയാൽ ബിടെക്കിന് ചേർക്കാണ് നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. അതല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ BSc 3 കൊല്ലം പഠിച്ചാൽ അത് കഴിയുമ്പോൾ ആലോചിക്കും ഇനി എവിടെയാണ് ഇവനെ കൊണ്ടാക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് ബിടെക് കഷ്ടിയെങ്കിലും പാസ്സായാൽ കുറച്ചെങ്കിലും നല്ലപോലെ മനക്കെട്ട് നല്ലപോലെ മാർക്കൊക്കെ കിട്ടി ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂർ എൻ്റെ കൂടെ ചിലവഴിച്ചാൽ ഞാൻ ബിടെക് പാസ്സാകുമ്പോഴത്തേക്കും അവനെ ലോകത്തിലെ ക്യാമനാക്കി മാറ്റാം. അത്രയും എളുപ്പമാണ്. പക്ഷെ ആ ഗൈഡൻസും കൂടി ഉണ്ടാവണം. ആ ഗൈഡൻസ് ഇല്ലാണ്ട് സാധാരണ കോളേജിൽ പഠിച്ച് അവിടുത്തെ മാഷന്മാർ പറയുന്ന പരീക്ഷയ്ക്ക് മാത്രം എഴുതി അതിൽ മാർക്ക് കിട്ടി എല്ലാവരും പാസ്സാവാണ്ടിരിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയാം. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അതിൽ പാസ്സാവണമെന്ന് തോന്നുമ്പോൾ നല്ലോണം മനക്കെടുവല്ലോ. അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ശരി, അവൻ BSc പഠിച്ചാൽ. ഇനി BSc ഇലക്ട്രോണിക്സ് മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു കോളേജ് ഒരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവർക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് തുടങ്ങിയത്. പക്ഷെ നിങ്ങൾക്കൊരു ഈ കോളേജുകൾ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഹോട്ടൽ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചായ ഉണ്ടാക്കുന്ന ആൾ നല്ല ചായ ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ചായ നന്നാവും. പൊറോട്ട അടിക്കുന്ന ആൾ നല്ലതാണെങ്കിൽ നല്ല പൊറോട്ടയാവും. എല്ലാ സാധനവും നല്ലതാവണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ആൾ വേണ്ടേ? ഏത് കോളേജിലാണ് എല്ലാ വിഷയത്തിലും നല്ലോണം പഠിപ്പിക്കുന്ന മാഷന്മാരുണ്ടാവുക? അപ്പൊ അത് കുറവാണ്. സെന്റ് തോമസ് നല്ലതാണ്, നല്ലതല്ലാന്നൊന്നും ഞാൻ പറയില്ല. ഇതെല്ലാം കിട്ടും. മരങ്ങളൊക്കെ മുറിച്ച് നല്ലപോലെ കോൺക്രീറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ച് കഴിഞ്ഞാൽ നാക്കൊക്കെ നല്ല മാർക്ക് കൊടുക്കും. ഓക്കെ, എവിടെയും ക്ലീൻ ചെയ്യാണ്ട് കുറേ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പഴയ തരത്തിലൊക്കെയാണ്. ഈ നാക്ക് എന്ന് പറയുന്നത് ഈ കോട്ടും ടൈയും സ്യൂട്ടും ഇട്ട ആളെ നാളെ കാണാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയൂലേ, അല്ലേ? അപ്പൊ കോട്ടും സ്യൂട്ടും ഇട്ടിട്ട് കാണിച്ചു കൊടുത്താൽ നല്ല ആളാന്ന് പറയിപ്പിക്കാം. പക്ഷെ ഷർട്ടും മുണ്ടും കൊടുത്തിട്ട് ഓന് സംസാരിക്കുന്ന നല്ല ക്ലാസ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അയാൾ നല്ല മാഷാന്ന് തോന്നുന്നില്ലല്ലോ. ഇപ്പൊ ഈ നാക്ക് എന്നൊക്കെ പറയുന്നത് പുതിയ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാക്കിയിട്ടുള്ള കുറെ പരിപാടിയാണ്. അതൊന്നും നോക്കിയിട്ട് കോളേജ് ചേരുതെന്ന് ഞാൻ പറയാം. മനസ്സിലായ? പ്രൈവറ്റ് കോളേജാണ്. നിങ്ങൾ കഴിക്കുന്നത് ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി നല്ലത് കിട്ടുമെന്നോ നോക്കണ്ടു.
അതെ, എനിക്ക് അറിയുന്നത് തന്നെയാണ്. ഞാൻ തൃശ്ശൂർക്കാരനാണ്. ഞാൻ ഇരിങ്ങാലക്കുട എൻ്റെ വീട്. അതല്ലേ. സെൻറ് തോമസിൽ പഠിക്കുന്ന ആൾ എൻ്റെ കൂടെ ദേവഗിരിയിൽ ഞങ്ങൾ രണ്ടാളും കൂടെ പഠിച്ച ആളുണ്ട്. ഞാനവിടെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാനവിടെ പോയിട്ടുണ്ട്. ഞാൻ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറായിരുന്നു. അപ്പോൾ കേരളത്തിൽ ഞാൻ പോവാത്ത കോളേജോ എന്നെ അറിയുന്ന ഒന്നോ രണ്ടോ ടീച്ചറുമില്ലാത്ത കോളേജോ ഒന്നുമില്ല. ഒരു കോളേജിനോടും വിരോധമോ നന്മയോ പിന്നെ ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ പറയണേ. ഞാൻ ജനറൽ ആയിട്ടാണ് പറയണേ. നമ്മുടെ കുട്ടിക്ക് എന്ത് വേണമെന്ന് ആലോചിക്കുക, അവനത് പഠിക്കാൻ താല്പര്യം ഉണ്ടോയെന്ന് ആലോചിക്കുക. പിന്നെ സാറേ, ഈ ഇലക്ട്രോണിക്സ് പഠിക്കുമ്പോ ഇതിന്റെ കൂടെ കമ്പ്യൂട്ടറും കൂടെ പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ പഠിക്കുന്ന കുഞ്ഞിക്കല്ലേ ഈ ചോദ്യമൊക്കെ ഉണ്ടാവണ്ടേ? അതെ അതെ. ഉമ്മ ചോദിച്ചിട്ട് ഇത് പറഞ്ഞിട്ട്, ഞാൻ ഡോക്ടർ TPSനോട് ചോദിച്ചു, എന്നിട്ട് അയാൾ പറഞ്ഞു മസാല ദോശ നല്ലത്, ചിക്കൻ കഴിക്കണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ ആളെ പറ്റിച്ചാൽ അതിനെന്ത് ചെയ്യും? ഞാൻ അവിടുത്തെ ടീച്ചർമാരോടൊന്ന് വെറുതെ ചോദിച്ചേ, ഇതില് കുട്ടിക്ക് കമ്പ്യൂട്ടറിനോടാണ് കൂടുതൽ താല്പര്യം, അപ്പൊ ഇത് പഠിക്കുന്നതോട് കൂടി അതും കൂടെ ഉണ്ടോന്ന് ചോദിച്ചപ്പോ പറഞ്ഞ് ഒരു പകുതിയോളം കമ്പ്യൂട്ടർ എല്ലാ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ആളും, അത് മെക്കാനിക്കൽ പഠിച്ചാലും സിവിൽ പഠിച്ചാലും ഏത് എഞ്ചിനീയറിംഗ് പഠിച്ചാലും ഇപ്പം കൊമേഴ്സ് പഠിച്ചാലും ഇംഗ്ലീഷ് പഠിച്ചാലും കമ്പ്യൂട്ടർ ഉപയോഗിക്കാണ്ട് ആരും ഒന്നും ചെയ്യാറില്ല. ഇപ്പൊ സാധാരണ കുക്ക് ചെയ്യുന്ന ആളോട് ചോദിച്ചാൽ അയാളും പറയും കമ്പ്യൂട്ടർ നോക്കിയിട്ടാ പഠിച്ചത്. അപ്പൊ കമ്പ്യൂട്ടർ ഇല്ലാത്തൊരു ലോകത്തല്ല. മനസ്സിലായ? ബസ്സിലെ കണ്ടക്ടർ ടിക്കറ്റ് കൊടുക്കുന്നു ഇലക്ട്രോണിക്സ് വെച്ചിട്ടല്ലേ? എന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സ് അയാൾക്ക് അറിയണമെന്നുണ്ടോ? അപ്പൊ അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, പ്രൈവറ്റ് ആയിട്ട് വേണമെങ്കിൽ പഠിക്കാം, അതെല്ലാം ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് പഠിക്കാം ഇന്റർനെറ്റില്. ഞാൻ ചോദിക്കുന്ന ഒന്നും ഉമ്മ അങ്ങോട്ട് കേൾക്കണില്ല. ഞാൻ പറയുന്നത്, ഈ പറയുന്ന മോന് എന്തിലാണ് താല്പര്യം, എന്താണ് പഠിക്കേണ്ടത്, ആ വിഷയം പഠിക്കണോ? നാളെ ഇനി ക്ലാസ്സിൽ പോയിട്ട് ഉമ്മ ഇരുന്നിട്ട് ഉമ്മ അവിടെ പഠിച്ചതെല്ലാം മോനെ പഠിപ്പിക്കുവയ്യ? നോക്ക്, ഞാൻ ഈ പറയണൊന്നും അങ്ങോട്ട് കേൾക്കണില്ലല്ലോ. ഓന് സൈബർ സെക്യൂരിറ്റിയാണ് ഇഷ്ടം എന്ന് ഉമ്മക്ക് പറയാൻ പറ്റുന്നതിന് പകരം അവനൊരു പ്രാവശ്യം ഈ തോന്നലുണ്ടായിട്ട് വിളിക്കല്ലേ. ഞാനിപ്പോൾ ഏതോ ഒരു കോളേജിൽ പോയിട്ട് നീ എന്തിനാ സിവിൽ എഞ്ചിനീയറിംഗ് ചേർന്നത് ഉമ്മ പറഞ്ഞിട്ട്, അപ്പം ഞാൻ ചോദിച്ചു ഉമ്മ സിവിൽ എഞ്ചിനീയർ ആണോ? അല്ല, അടുത്ത വീട്ടിൽ ആരോ പറഞ്ഞിനി. അങ്ങനെ അല്ലല്ലോ മക്കളെ വളർത്തേണ്ടത്. നാളെ നിങ്ങൾ ഓനെ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ അവനെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുവയ്യ? എനിക്കറിയില്ല അങ്ങനെയാണോ നിങ്ങളുടെ ആ ഭാഗത്തൊക്കെ പതിവ്. അപ്പൊ അവന് താല്പര്യമുള്ളതിൽ പറ്റുന്ന എല്ലായിടത്തും ചേർന്നിട്ട്, എനിക്ക് ആകെ പറയാനുള്ളത്, BTech-നെക്കാളും നല്ലതല്ല BSc. ഈ പ്രൈവറ്റ് ആയിട്ട് പഠിക്കും, സൈബർ സെക്യൂരിറ്റി പഠിക്കാം, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാം, എല്ലാം ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും കമ്പ്യൂട്ടറിൽ തന്നെ. അതിനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം അവന് ആൾക്കാരോട് സംസാരിക്കാനുള്ള കഴിവ്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ഉണ്ടാവണം. ഇതൊക്കെ ഉള്ള ഒരു കുഞ്ഞിനെ കേരളത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതാണ് എൻ്റെ കുഴപ്പം. പാകിസ്ഥാനിലെ പിള്ളേര്, 7ാം ക്ലാസ്സിലെ പിള്ളേർ എന്നോട് കുറേ ചോദ്യം ചോദിക്കും, അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ ചേരണം എന്നല്ല, ഞാൻ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലോകപരിചയമുള്ളവരാണ് ലോകത്തിലെ നല്ല കുട്ടികളെന്നാണ് എൻ്റെ വിശ്വാസം. അവരുടെ കാര്യം പോലും ചോദിക്കാൻ അവർക്കറിയില്ല, ഉമ്മ പറഞ്ഞിട്ട് വേണം അവർ കേൾക്കാൻ. അതാണ് അവസ്ഥ കേരളത്തിൻ്റെ. അതിനൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാണ്. ഇതിപ്പോൾ ഒരു ഉമ്മ മാത്രമല്ല, എനിക്ക് പലരും വിളിക്കാറുണ്ട്. പക്ഷെ ആ വിളിക്കുന്നൊന്നും ചിലപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഇടാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് ഒഴിവാക്കുന്നതാണ്. അപ്പോൾ മോനോട് കൃത്യമായിട്ട് എന്താ താല്പര്യം എന്ന് ചോദിക്കുക, എല്ലായിടത്തും അപ്ലൈ ചെയ്യുക. കിട്ടുന്ന എല്ലായിടത്തും സീറ്റ് വയ്ക്കണ്ടാന്ന്. ഈ കാണുന്ന തള്ളൊന്നുമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയാൽ കൊച്ചിയിലും എറണാകുളത്തും പിന്നെ തൃശ്ശൂരും ഒക്കെ വേക്കൻ്റ് ആയിട്ട് കോളേജുകളിൽ പിന്നെയും അഡ്വർടൈസ്മെൻറ്റ് ഞാൻ പത്രങ്ങളിലൊക്കെ കാണാറുണ്ട്. ആവശ്യത്തിന് പിള്ളേർ ചേരുന്നില്ല. എന്തുകൊണ്ടാണ് കാരണം? അത്രയേ ഉള്ളൂ താല്പര്യം, അതുകൊണ്ടാണ്. മനസ്സിലായ? അതുകൊണ്ട് BSc പഠിച്ചു കഴിഞ്ഞ് അന്ന് ഡോക്ടർ TPS പറഞ്ഞിരുന്നു നല്ല ഡിമാൻഡ് ഉണ്ട്, ഞാൻ ഒരിക്കലും പറയില്ല. അതുകൊണ്ട് ഇന്ന കോളേജിൽ ചേരണം, ഇന്ന കോഴ്സിന് ചേരണം എന്ന് ഞാൻ ആരോടും പറയാറില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുകയാണെങ്കിൽ ശരി. നിങ്ങൾ ചാവക്കാടല്ലേ? വീട്ടിൽ നിന്ന് പോയിട്ട് വരാലോ. ഹോസ്റ്റലിലല്ലല്ലോ താമസിക്കുക, ആണോ? അതന്നെ ഞാൻ ഇത്രയും സമയം പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായി. പഠിക്കാൻ പറ്റുകയാണെങ്കിൽ മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഏത് BTech ചെയ്താലും, ഏത് മോശം കോളേജ് ചെയ്താലും, ഏത് BSc-നെക്കാളും കുറച്ച് ഗുണമുണ്ടെന്ന് ഞാൻ പറയുന്നത്.
എന്ന് വെച്ച് കോളേജ് ഞാനിപ്പോൾ കോളേജിൽ സാധാരണ കോളേജിൽ BSc പഠിച്ച ആളാണ്. പക്ഷെ അന്നത്തെ കാലം അല്ലല്ലോ ഇന്നത്തെ കാലം. പിന്നെ സാധാരണ കോളേജിലെ ടീച്ചർമാർക്ക് കമ്പ്യൂട്ടർ തീരെ അറിയുണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിലുള്ളവരെ കമ്പ്യൂട്ടർ തൊട്ടിട്ടെങ്കിലും ഉണ്ടാവുന്ന എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് നല്ലതാന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തോക്കുന്നതിനെ കുറിച്ച് വേവലാതിപ്പെടരുത്. കാരണം ഒരു കോളേജിൽ ഞാൻ പോയ സമയത്ത് കണ്ടു 160 പിള്ളേർ ഉള്ള കോളേജാണ്. അവിടുത്തെ മാഷന്മാർക്ക് ക്ലാസ് എടുക്കാനാണ് പോയത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ TV-യിൽ അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. 100% ആൾക്കാർക്കും ജോലി കൊടുത്ത ഏറ്റവും നല്ല കോളേജ് എന്ന് പറഞ്ഞിട്ട് സമ്മാനം കൊടുക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു 160 പിള്ളേരിൽ എല്ലാവർക്കും അല്ലല്ല, അതിൽ 3 ആളെ പാസ്സായിട്ടുള്ള 3 ആൾക്കും ജോലി കൊടുത്തു എന്ന്. പാസ്സാകാത്തവർക്ക് ജോലി കൊടുക്കൂലല്ലോ. അപ്പോൾ അങ്ങനെ പാസ്സാവാണ്ടിരിക്കല്ലേ നല്ലത്. ആ കോളേജിനെങ്കിലും പേര് കിട്ടട്ടെ എല്ലാവരും തോക്കുമ്പോൾ. ഒരാൾ മാത്രം ജയിച്ച് അയാൾക്ക് ജോലി കിട്ടിയാൽ കോളേജിന് അഡ്വർടൈസ്മെന്റ് കൊടുക്കാമല്ലോ 100%. അല്ലേ? അത് ഇരിങ്ങാലക്കുട അല്ലേ? അത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് പിന്നെ 10-200 മീറ്ററേ ഉള്ളൂ. ഇന്നസെന്റിന്റെ വീട്ടിന്റെ അടുത്താണ്. ആ അതെ, കാരണം അച്ഛന്മാർ നടത്തുന്നതാണ്, കുറച്ച് സ്ട്രിക്റ്റ് ആണ്, തോന്നുമ്പോൾ ഒന്നും സമരം നടത്താൻ പറ്റില്ല. ഓക്കെ. ആ അതില്ല. അല്ല, വീട്ടിൻ്റെ അടുത്ത് കുറച്ച് സമയം വീട്ടിൽ നിന്ന് പോയിട്ട് വരിക, കുറച്ച് ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ ചോദിക്കുന്നതുകൊണ്ട് ഉമ്മ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്, സ്ട്രിക്റ്റ് ആണെന്നൊക്കെ മനസ്സിലായി അല്ലേ? ആ അതായത് നമുക്കറിയും, ഒരാൾ വർത്താനം പറയുന്ന കേട്ടാൽ അറിയും ഉമ്മയാണ് ഭരിക്കുന്നത്. അപ്പോൾ ഉമ്മ നന്നാക്കി എടുക്കാൻ തീരുമാനിച്ചാൽ നന്നാക്കി എടുക്കാം. പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെ നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞ് സ്ട്രിക്റ്റ് ആയിട്ട് അവനെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം ഇനിയിപ്പോൾ അവൻ കയ്യിൽ നിന്ന് വിട്ടുപോകല്ലെങ്കിൽ കോളേജിലൊക്കെ ഒന്ന് പോകുമ്പോൾ. അപ്പോൾ അത് കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ട്. ഒന്നും എടുത്തിട്ടും ഗുണമില്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നമുക്ക് പറ്റുന്ന പണിയാണെങ്കിലേ ഇഷ്ടമുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുക്കിംഗ് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അടുക്കളയിൽ പറഞ്ഞു വിട്ടാൽ ഞാൻ എന്ത് ചെയ്യും? എല്ലാം നാശാക്കും. അതല്ല സാറേ, അതെ നമ്മളൊരു ഡിഗ്രി എടുത്തിട്ട് നമുക്കിപ്പോ ആഡ് ഓൺ കോഴ്സ് ആയിട്ട് സൈബർ സെക്യൂരിറ്റി അങ്ങനത്തെ വലിയ നല്ല നല്ല കോഴ്സുകൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ജോബ് ചെയ്യാൻ നല്ല. ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ദുബായിലുള്ള ഒരാള് എൻ്റെ എല്ലാ വീഡിയോയും 7 കൊല്ലം മുമ്പ് ഫുൾ ഡൗൺലോഡ് ചെയ്ത് കാണുന്ന ഒരാളെ ഞാൻ ദുബായി വെച്ച് പരിചയപ്പെട്ട ആളാണ്. അയാൾക്ക് 150ഓളം എക്സ്ട്രാ കോഴ്സ് ചെയ്തിട്ടുണ്ട്. അയാൾ ആ എക്സ്ട്രാ കോഴ്സ് ചെയ്യുന്നതല്ല കഴിവ്. അതിൽ നമുക്ക് ഗുണമുള്ള, ആവശ്യമുള്ള, അറിവുള്ള, ജോലി നേടാൻ വേണ്ടിയുള്ള കോഴ്സുകളായിട്ട് ചെയ്താലേ അതിനെ കൊണ്ട് കാര്യമുള്ളൂ. എൻ്റെ അടുത്ത് കുറേ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഈ പറയുന്ന ഞാൻ ആഡ് ഓൺ കോഴ്സ് കുറേ ചെയ്യണമെന്ന് പറയുന്നത് ഞാൻ ഒരു ആഡ് ഓൺ കോഴ്സും ചെയ്തിട്ടില്ല. കാരണം എനിക്കതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ലല്ലോ. എനിക്കത് പഠിക്കണമെങ്കിൽ ആഡ് ഓൺ കോഴ്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇൻ്റർനെറ്റ് നോക്കി പഠിച്ചോളും. അതിന് സർട്ടിഫിക്കറ്റ് വേണോ? ആരെങ്കിലും ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റി സർട്ടിഫൈ ചെയ്യുമ്പോഴേ എനിക്ക് ഗുണം ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ ധരിക്കണ്ട. അത് ജോലി ചെയ്യുന്ന പിള്ളേർക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സൈബർ സെക്യൂരിറ്റിയിലൊന്നും അങ്ങനെ എടുത്തുകൊണ്ട് വലിയ ഗുണമുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചാൽ അറിയില്ല. നാളെ മാസ്റ്റർ ചെയ്യാൻ എബ്രോഡിൽ പോവുകയാണെങ്കിൽ അതിന് ഇതൊരു ഗുണമായിട്ട് മാറും. കേരളത്തിൽ പറ്റുന്ന എന്താ വെച്ചാൽ ഇങ്ങനെ കുറേ എന്തെല്ലോ പഠിക്കും അവിടുന്ന് ഇവിടുന്നൊക്കെ. അത് കഴിഞ്ഞ് അവന് ട്യൂഷൻ സെൻറ്റർ കൊടുന്ന് സൈബർ സെക്യൂരിറ്റിയിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് കുറേ പേർക്ക് കൊടുക്കും. അതുകൊണ്ട് കാര്യമില്ല. അവൻ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിൽ നാളെ മാഷായിട്ട് ചേരുമ്പോൾ അങ്ങനെ ഈ ഒരാൾക്ക് ഒന്നും ചെയ്യാത്ത ഒരാളും ഈ ചെയ്ത ഒരാളും ഉണ്ടെങ്കിൽ ചിലപ്പം നല്ല കോളേജ്, വിവരമുള്ള കോളേജ് ആണെങ്കിൽ ഇവന് ഇഷ്ടമുണ്ടല്ലോ, പഠിക്കാൻ താല്പര്യമുള്ള ആളാണല്ലോ നോക്കിയിട്ട് അവനെ പഠിപ്പിക്കാൻ നിർത്താൻ ഒരു ചാൻസ് കിട്ടുന്നു മാത്രം. അപ്പോൾ അത് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യണം. ജോലി വേണമെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാൻ നിൽക്കരുതെന്നാണ് ഞാൻ പറയാം. ജോലി ചെയ്യാൻ ഏറ്റവും നല്ലത് ഇപ്പോൾ അടുക്കള പണി, പിന്നെ ഹോട്ടൽ നടത്താൻ ഏറ്റവും നല്ല പണി അത്യാവശ്യമായിട്ട് അറിയുകയാണെങ്കിൽ, നല്ലോണം കുക്കിംഗ് അറിയുകയാണെങ്കിൽ ഇപ്പോൾ കാശുണ്ടാക്കാൻ തുടങ്ങിക്കൂടെ? 4 കൊല്ലം പഠിച്ചിട്ട് പിന്നെ കാശുണ്ടാക്കാൻ നോക്കണം. അപ്പോൾ ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ല പഠിക്കുന്നത്. വലിയ ജോലി നല്ല നിലയിൽ അടുത്ത പഠനത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ബേസിക്കായിട്ട് പഠിച്ചിട്ടുള്ള അറിവുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ബിടെക് പഠിക്കുന്നത്. ബിടെക് കഴിഞ്ഞ് ജോലി കിട്ടാനാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും കിട്ടൂല. അതിൽ കുറച്ച് പേരെങ്കിൽ എംടെക്കിന് പോകണം. 10ാം ക്ലാസ് പഠിക്കുന്നത് 12ാം ക്ലാസ്സിന് ജോലി ചേരാൻ വേണ്ടിയിട്ടല്ലേ? 10ാം ക്ലാസ് കഴിഞ്ഞ് കിട്ടുന്ന ഇഷ്ടംപോലെ ജോലിയില്ലേ? എല്ലായിടത്തും അറ്റൻഡർമാരുടെയും മിലിറ്ററിയിലും ഒക്കെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ജോലിക്ക് അപ്ലൈ ചെയ്യാമല്ലോ. എന്താ അപ്ലൈ ചെയ്യാണ്ട് 12 പോകുന്നത്? 12 കഴിഞ്ഞാൽ ജോലി കിട്ടുന്ന ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് അത് കിട്ടാണ്ട് എന്താ ബിടെക്കിന് പോകുന്നത്?
ചില കോളേജിൽ ബിടെക് കോളേജിൽ 3-4 വിളിച്ചു നോക്കുമ്പോ അവര് പറഞ്ഞ 80%-70% വിജയമുണ്ട്. പക്ഷെ ഞങ്ങളത് ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോ ഒരു 258 കുട്ടികളൊക്കെ അവിടെ പരീക്ഷ എഴുതിനെങ്കിൽ 90 കുട്ടികളൊക്കെ ജയിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞ അവിടെ ഒറ്റ കുട്ടിയെ ജയിക്കാവൂന്നാ ഞാൻ പറയുന്നത്. ഞാൻ ചില കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ 30 കുട്ടികളിൽ 30 ആളും പാസ്സായി എന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ ആ മാഷന്മാരോടും പ്രൊഫസർമാരോടും ചോദിക്കല്, നിങ്ങൾ പരീക്ഷ നടത്തിയിട്ടല്ലേ? ഓട്ടോണമസ് എന്ന് പറഞ്ഞാൽ അത് അർത്ഥം മനസ്സിലായി നിങ്ങൾക്ക്? ഓട്ടോണമസ് എന്ന് പറഞ്ഞാൽ അവരെന്നെ പരീക്ഷ നടത്തി അവർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിനാണ് ഓട്ടോണമസ് എന്ന് പറയാം. വേറെ ആരും പുറത്തുനിന്ന് വന്നിട്ടല്ല പരീക്ഷ നടത്തുക. അങ്ങനെ എൻ്റെ കുട്ടി നല്ലതാണെന്ന് ഞാൻ പറഞ്ഞാൽ നല്ല കുട്ടിയായ വേറെ ആരെങ്കിലും പറയണ്ടേ? അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, ഞാനൊരു പരീക്ഷ നടത്തിയാൽ നിങ്ങളുടെ എത്ര പേര് പാസ്സാവും എന്ന് ചോദിക്കും. അപ്പം തന്നെ അവർ പറയും ആരും പാസ്സാവില്ല മാഷ, കാരണം മാഷ് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ ഈ ഓട്ടോണമസ് കോളേജ് എന്ന് പറയുമ്പോ ഇപ്പൊ ഒരു യൂണിവേഴ്സിറ്റി പിന്നെ ഡിഗ്രി പറയട്ടെ, അപ്പൊ ഡിഗ്രി കാലിക്കറ്റിന്റെ ആണ്. ഓട്ടോണമസ് കോളേജ് അവർക്ക് പരീക്ഷ നടത്താനും എന്ത് പഠിപ്പിക്കണമെന്നും എപ്പോൾ ക്ലാസ് നടത്തണമെന്നും എങ്ങനെയൊക്കെ നടത്തണം എന്നൊക്കെ ഉള്ളതിന് അവർക്ക് സ്വന്തം തീരുമാനിക്കാം. പക്ഷേ ഇതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പെർമിഷൻ മേടിക്കണം. അങ്ങനെ പെർമിഷൻ മേടിക്കണമെങ്കിൽ അവർ ഒരു കോഴ്സിന് 5 ലക്ഷം റുപ്യ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കണം. ഇതെല്ലാം കാശുണ്ടാക്കാനുള്ള പണിയാണ്. യൂണിവേഴ്സിറ്റിക്ക് പൈസ കൊടുത്താൽ ഇപ്പം നിങ്ങൾ എനിക്ക് പൈസ തന്നു എന്ന് പറഞ്ഞു വിചാരിക്കും. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തോ, കുഴപ്പമില്ല, നിങ്ങൾ 5 ലക്ഷം തന്നതല്ലേ. ഇപ്പം നമ്മൾ ചില അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ട് ഫോട്ടോ എടുക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിന് നേരെ താഴെ എഴുതി വെക്കാൻ എന്താ അറിയാം, 150 റുപ്യ തന്നാൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. അപ്പൊ കാശുണ്ടാക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി ചെയ്യുന്ന പണിയായത്. മനസ്സിലായ? യൂണിവേഴ്സിറ്റിക്ക് പൈസ ഉണ്ടാക്കണ്ടേ, എല്ലാം കച്ചവടമല്ലേ. അപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കുറേ കോളേജ് ഓട്ടോണമസ്. എന്താ അതിനർത്ഥം? അവർ നടത്തുന്ന ഓരോ കോഴ്സിനും യൂണിവേഴ്സിറ്റിക്ക് പൈസ കൊടുക്കണം. അങ്ങനെ ആയാൽ യൂണിവേഴ്സിറ്റി സമ്മതിക്കും. മനസ്സിലായ? അതുകൊണ്ട് ഓട്ടോണമസ് ആയതുകൊണ്ട് ഭയങ്കര ഗ്രേറ്റ് ആണെന്നൊന്നും വിചാരിക്കണ്ട. പക്ഷേ നല്ല ഓട്ടോണമസ് കോളേജുകളുണ്ട്. കാരണം യൂണിവേഴ്സിറ്റിന്റെ പരീക്ഷ ഡിലേ ആവും. ഇതാകുമ്പോൾ അവർക്ക് കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യാൻ പറ്റും. അങ്ങനെ വേണ്ടിയിട്ട് UGC തുടങ്ങിയ പണിയാണ്. നമ്മളൊക്കെ UGCയുടെ ഭാഗമായിരുന്നു, ഇതൊക്കെ പഠിപ്പിക്കലായിരുന്നു നമ്മുടെ പണി. അതുകൊണ്ട് നല്ല കോളേജ് നടത്തുന്ന കോളേജും ഉണ്ട് ഓട്ടോണമസ്. ഇങ്ങനെ പൈസ കൊടുത്ത് ഫ്രീഡം എടുത്തിട്ട് കുറേ എക്സ്ട്രാ കോഴ്സൊക്കെ നടത്തി പൈസ ഉണ്ടാക്കും അവർക്ക്. ഇനി 5 ലക്ഷം കൊടുത്ത് 5 ലക്ഷം ഉണ്ടാക്കണ്ടേ കോളേജ്? സെന്റ് തോമസ് കോളേജ് നല്ല കോളേജാണല്ലേ സാറേ? എല്ലാ കോളേജും നല്ലതാണ്. അവിടെ എന്താ നല്ലതെന്ന് ചോദിച്ചാലേ ഉത്തരം പറയാൻ പറ്റുള്ളൂ. അല്ല, അവിടെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് കുട്ടികൾ നല്ല കുറച്ചും കൂടി ഒരു പഠിക്കണ ഒരു കുട്ടികളെ പോലെ കണ്ടില്ല, അതാണ്. ഞാൻ പഠിച്ചിട്ടില്ല അവിടെ, പക്ഷെ ഞാൻ 1-2 പരിപാടിക്കൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, നല്ല ടീച്ചർമാരും ഉണ്ട്. ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞ കൊല്ലം വരെ ഇതായ സഹൃദ എഞ്ചിനീയറിംഗ് കോളേജ് ഞങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിലും ചേർക്കാണെന്നില്ല, കൂട്ടത്തോളിലാണ് നമുക്ക് പേടിയായി. അത് നല്ലതാണ്, നിങ്ങള് പേടിക്കല്ലേ. ഞാൻ ചോദിക്കുന്നത്, ഈ ഓട്ട മത്സരം നടത്തുമ്പോ ഓടുന്ന എല്ലാവർക്കും സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓട്ട മത്സരത്തിന് എന്താ പ്രാധാന്യം? പരീക്ഷ എന്ന് പറയുന്നത് അതല്ലേ. ഇതൊരു എല്ലാരും തോക്കുക എന്ന് പറഞ്ഞാൽ പരീക്ഷ നല്ലോണം സ്ട്രിക്റ്റ് ആയി എന്ന് അർത്ഥം. എല്ലാരും പാസ്സായി എന്ന് പറഞ്ഞാല് കഴിവില്ലാത്തവനും പാസ്സാവും. അങ്ങനെയുള്ളൊരു സിസ്റ്റം ഇല്ലാണ്ടിരിക്കുക വേണ്ടത്. അതുകൊണ്ട് ആ ന്യൂസ് കണ്ടിട്ട് പേടിക്കല്ലേ. ആ ന്യൂസ് എനിക്ക് സന്തോഷം തരുന്ന ന്യൂസാ, കുറെ പേര് തോക്കാന്ന് പറയുമ്പോൾ. അല്ല, പഠിക്കുന്നില്ലല്ലോ, പൈസ മുടക്കി അവിടെ പോന്നല്ലേ ഉള്ളൂ. നല്ലോണം പഠിച്ച് എല്ലാരും തോക്കുക എന്ന് പറഞ്ഞാൽ എല്ലാരും തോക്കുവോ? നല്ലോണം പഠിക്കുന്നവർ എന്തായാലും പാസ്സാവും, കാരണം യൂണിവേഴ്സിറ്റി നടത്തുന്ന പരീക്ഷയല്ലേ. അല്ല, അവിടെ പഠിപ്പിക്കാൻ മാഷന്മാരുണ്ടാവില്ല, പഠിപ്പിക്കുന്ന മാഷന്മാർക്ക് വിവരം ഉണ്ടാവില്ല, പിന്നെ മാനേജ്മെന്റ് ആരും സ്ഥാപിച്ചിട്ടുണ്ടാവില്ല. കുട്ടികൾ മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് എനിക്കൊരു 10 കുട്ടികളെ തന്നാട്ടെ, ഞാൻ 10 കുട്ടികളെയും ഒറ്റ മാസം പഠിപ്പിച്ചാൽ ഒരു ബിടെക്കിന്റെ ഫസ്റ്റ് ഇയർ പാസ്സാക്കിപ്പിക്കാലോ. ഞാനിങ്ങനെ എല്ലായിടത്തും നടന്നു പഠിപ്പിക്കല്ലേ. ഞാനിപ്പോൾ ഹൈദരാബാദിലാണ്, ഇന്നലെയൊക്കെ കൽക്കട്ടയിലായിരുന്നു. അപ്പോൾ ഓരോ ഭാഗത്തായിട്ട് ഞാനിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറാണ്, പ്രൊഫസർ ഓഫ് പ്രാക്ടീസസ്, ICFI യൂണിവേഴ്സിറ്റി. ICFI ICFI അത് ഹൈദരാബാദും സിക്കിമിലും മണിപ്പൂരും നോർത്ത് ഇന്ത്യയിലൊക്കെയാണ്, കേരളത്തിലൊന്നുമില്ല. ഇപ്പൊ ഈ ഇതുവരെ ഉണ്ടായിരുന്ന സഹൃദയ കോളേജ് ഇപ്പോ ഈ വർഷം മുതൽ ഓട്ടോണമസ് കോളേജായി, എഞ്ചിനീയറിംഗ് കോളേജ്. എന്നിട്ടാ ഇപ്പൊ നിങ്ങൾ പറയുന്നത് എല്ലാരും തോറ്റു, ഇനി അടുത്ത കൊല്ലം എല്ലാരും പാസ്സാവും, ഓട്ടോണമസ് ആയില്ലേ?
അപ്പോൾ പിന്നെ എല്ലാവരും പാസ്സാവില്ലേ? അവരെന്നെ നടത്തുന്ന പരീക്ഷ എല്ലാവരെയും പാസ്സാക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പാസ്സാവുന്നത് നല്ലതാണെന്നും എല്ലാവരും തോക്കുന്നത് മോശമാണെന്നും എങ്ങനെ പറയാം? എല്ലാവരും തോറ്റു എന്നായിരിക്കും. അടുത്ത കൊല്ലം ഓട്ടോണമസ് ആയി, പൈസ കൊടുത്ത് ഓട്ടോണമി മേടിച്ചു, എല്ലാവർക്കും പരീക്ഷ എടുത്ത് എല്ലാവരെയും പാസ്സാക്കുക, പണി തീർന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായി, കാരണം വെച്ചാൽ എല്ലാവരും പാസ്സായിട്ടുണ്ട്, അത് ഓട്ടോണമസുമാണ്. അതുകൊണ്ട് നല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പം നല്ലോണം പഠിക്കാൻ പറയാം, അതാ വേണ്ടത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നല്ലോണം പഠിക്കാൻ പറയാം. എന്ത് പഠിക്കുന്നു, എവിടെ പഠിക്കുന്നു എന്നുള്ളതിനേക്കാളും അവനവൻ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. അത് ഏത് വിഷയം പഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിടെക്കാണ് BSc നല്ലതെന്നാണ് ഞാൻ പറയാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് കോളേജ് ചേരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും പാരൻസ് നല്ലോണം സീരിയസ് ആണെങ്കിൽ ചെയ്യേണ്ടത് അവരുടെ മക്കൾ 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോഴേ അവരെ മെൻറ്ററിങ്ങിന് ചേർത്ത് അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പഠിക്കാനുള്ള കഴിവും ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ടില്ലെങ്കിൽ ട്യൂഷൻ കൊടുത്ത് 10ാം ക്ലാസ് പാസ്സാവും, ട്യൂഷൻ കൊടുത്ത് 12ാം ക്ലാസ് പാസ്സാവും, ക്രാഷ് കോഴ്സ് റിപ്പീറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരു കൊല്ലം അതും കളയും. അതും കഴിഞ്ഞിട്ട് അയ്യോ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് ഏതെങ്കിലും ബിടെക്കിന് ചേരും. ഈ പഠിക്കുന്ന വിധത്തിലൊന്നും അല്ല ബിടെക്കിന് പഠിക്കേണ്ടത്. അങ്ങനെ എന്താണ് നമ്മൾ പറയാറില്ലേ, ഞെക്കിപ്പഴിപ്പിക്കുന്ന പോലെ പഴിപ്പിച്ചിട്ട് 12 പാസ്സായിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ബിടെക്കിന് എല്ലാവരും തോക്കുന്നത്. അങ്ങനെ നല്ലോണം പഠിക്കാനുള്ള കഴിവുണ്ടാക്കി എടുക്കുകയാണ് 12ാം ക്ലാസ് വരെ ചെയ്താൽ ബിടെക്കിന് അവർ ഈസി ആയിട്ട് പാസ്സാവും, MTech പാസ്സാവും, ഗേറ്റ് പാസ്സാവും, സ്വന്തം ജീവിതത്തിൽ എവിടെയാണ് പോകേണ്ടതെന്നൊക്കെ ചോദിക്കും. അച്ഛനോ അമ്മയോ ഉപ്പയോ ഉമ്മയോ എൻ്റെ മോൻ എവിടെയാ ചേരേണ്ടതെന്ന് ചോദിക്കേണ്ട അവസ്ഥ പോലും വരരുത്. അവർക്ക് 10ാം ക്ലാസ് കഴിയുമ്പോഴേ ഏത് വിഷയം എടുക്കണം തീരുമാനിക്കാൻ പറ്റണം. 12 കഴിയുമ്പോഴേ ഞാൻ എന്താ പഠിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ പറ്റണം. ആ കഴിവുണ്ടാവണമെങ്കിൽ കുട്ടികളെ നമ്മൾ ഗൈഡ് ചെയ്യേണ്ടത് 7ാം ക്ലാസ് 8ാം ക്ലാസ് മുതലാണ്. അത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർ ഇൻഡിപെൻഡൻ്റ് ആവും, സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവും. അങ്ങനെയുള്ള മക്കൾ ഉണ്ടാക്കിയെടുക്കുക, വളർത്തുകയാണ് വേണ്ടത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഞാൻ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എൻ്റെ മുഖേ ഉള്ളൂ, നിങ്ങളെ മുഖമില്ലല്ലോ. നിങ്ങളുടെ മുഖമില്ലല്ലോ. ഓക്കെ ശരി എന്ന് പറയുന്നത് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഉണ്ടാ? ഓക്കെ, ആർക്കെങ്കിലും ഗുണം ഉണ്ടായിക്കോട്ടെ. ശരി.